ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഗോശ്രീ ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ ഗോശ്രീ പാലം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതേ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഫിഷിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗോശ്രീ പാലം കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കമ്പനികൾ, അതായത് ഹാർബറുകളൊക്കെ കാണാം കേട്ടോ. പിന്നെ കായലിൽ കൂടി വഞ്ചി പോണത് കാണാം. ട്രോളിങ് ആയതുകൊണ്ട് എല്ലാ ഫിഷിംഗ് ബോട്ടുകളും ഇവിടെ കെട്ടിയിട്ടേക്കണതാണ് കേട്ടോ. ഇനിയിപ്പോൾ ട്രോളിങ് കണ്ടിട്ട് ഫിഷിംഗ് ബോട്ടുകൾ പോകുള്ളൂ. അതുവരെ വെള്ളമുണ്ട് പോണത്. അപ്പോൾ അതേ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ ഫിഷിംഗ് ബോട്ടുകൾ. എല്ലാ ബോട്ടുകളും കെട്ടിയിട്ടങ്ങനെ കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഐസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഐസ് ഫാക്ടറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗോശ്രീ പാലം കയറുമ്പോഴുള്ള നിങ്ങൾ കാണുന്ന കാഴ്ചകൾ. ഇറങ്ങുമ്പോൾ കുറേ ഫിഷിൻ്റെ സ്റ്റാളുകൾ കാണാം കേട്ടോ. കുറേ ഫിഷ് സ്റ്റാളുകളുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോശ്രീ പാലം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വല്ലാർവാടം പള്ളിയിലേക്ക് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് സൺഡേയിലെ വീട്ടിൽ നിന്ന് ചുമ്മാ പോകാറുണ്ട്. ഞാനും മീനുസും ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 സ്റ്റോപ്പ് ഉണ്ട് ഈ ഗോശ്രീ പാലം വരെ. അപ്പോൾ ഗോശ്രീ പാലത്തിൽ നിന്ന് നമ്മൾ കയറി നടന്ന് വല്ലാർവാടം പള്ളിയിലോട്ട് പോയിട്ടിരിക്കണേണ്ട. കുറച്ച് ഈ പാലം ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നൊരു കുറച്ച് ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ വല്ലാർവാടം ചർച്ചാവും. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ടുള്ള നടക്കുവാണ്. കോടയൊക്കെ എടുത്തിട്ട് സ്കൂളിൽ പോകുന്ന കോടയാണ് അത്. മഴക്കാറുണ്ട്, മഴ ഇങ്ങനെ മാറി വന്നുകൊണ്ട് ഇതല്ല. ഇവിടെ വ്യൂ അടിപൊളിയാണ്. ഇത് കണ്ട നമ്മുടെ ഗോശ്രീയുടെ സൈഡിലുള്ള കായലാണ്. ഈ വഴിയാണ് കേട്ടോ നമുക്ക് നടന്നു പോകേണ്ടത്. നമ്മൾ വണ്ടി വന്ന വഴി ഇതാണ്. ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്ന് സൂം ചെയ്ത് കാണിക്കുമ്പോൾ വല്ലാർവാടം ചർച്ച് ഇതാ കാണണ്ടേ, കണ്ടോ? അപ്പോൾ അവിടെ എത്തണം നമുക്ക്. അപ്പോൾ നമ്മുടെ എറണാകുളത്തുനിന്ന് 3 ബ്രിഡ്ജ് ഉണ്ട്. അതിൽ നമ്മുടെ വൈപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ഫസ്റ്റ് പാലമുണ്ട് ഇത്, ഗോശ്രീ ബ്രിഡ്ജ്. നമ്മളിതാ പള്ളി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ, പള്ളി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ വണ്ടി എടുക്കാന്നിട്ടാണ് കേട്ടോ, ഇപ്പോഴും വണ്ടിക്ക് പോകണതല്ല. അപ്പം നടക്കുന്നത് എന്തായാലും ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പം നമ്മൾ നടന്നിട്ട് വരാമെന്ന് വരും. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇവിടെ ഈവനിങ് സമയത്തൊക്കെ എപ്പോഴും കുറേ ചൂണ്ടിടാനുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. ഈ പാലം 2 സൈഡിലായിട്ട്, ഈ സൈഡും പിന്നെ അപ്പുറത്തെ സൈഡും നിറച്ച ആൾക്കാരായിരിക്കട്ടെ. കാരണം ഫുൾ ഇവിടെ നല്ല അടിപൊളി അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടും നമുക്ക്. കറിക്കുള്ള മീനൊക്കെ ഇവിടെ ഒന്ന് ചൂണ്ടിട്ടെടുക്കാം. ഈ പാലത്തിൻ്റെ ഇറക്കിൽ ഒരുപാട് ഫിഷ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഫ്രഷ് മീൻ കിട്ടുന്ന ഒരുപാട് സ്റ്റാളുകളുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഗോശ്രീ ജംഗ്ഷനാണത്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചത്. ഒരു ചേട്ടൻ മാത്രം ചൂണ്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. സൺഡേ മാത്രമല്ല, എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണേ ഉള്ളു. മീനൊന്നും കിട്ടിയിട്ടില്ല. ഇവിടുന്ന് നേരെ നോക്കുമ്പോഴത്തേക്കും കണ്ട കുറേ കണ്ടെയ്നറുകളാണ് കേട്ടോ. അത് LNG DP World വന്ന കണ്ടെയ്നറുകളാണ് കേട്ടോ. മറ്റും വരെയുണ്ട് DP World. ഈ സൈഡിലാണ് കണ്ടെയ്നറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്ത സ്ഥലം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വല്ലാർവാടം ചർച്ചിലോട്ട് ഗോശ്രീ പാലം വഴി നടന്നു പോകണ ചെറിയൊരു വീഡിയോ ഉണ്ട് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ നടന്ന് കാണാൻ പ്രത്യേകിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു പാലം തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ സൈഡിലുള്ള ഇതാണ്ട കായലുകൾ നമുക്ക് സൂപ്പറായിട്ട് കാണാം. നമ്മൾ അങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം തൊട്ടല്ല, പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. നമ്മൾ വീടോട്ട് നടക്കുന്നുണ്ട. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 2 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നടന്ന് ഇവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ താഴെ എത്താറായിട്ടാണ്. പാലം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നേരെ കാണുന്ന ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് വഴി വാഹനങ്ങൾ പോകാനുള്ളതാണ്. നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ ആ ബ്രിഡ്ജ് വഴിയും പോവാം. പിന്നെ താഴെ നമുക്ക് റോട്ടിൽ കൂടിയും പോവാം കേട്ടോ. അവിടെ കൂടുതലും കണ്ടെയ്നറുകൾ പോകണോണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വേണം പോകാനായിട്ട്. ഇന്ന് ഉണ്ണിക്കുട്ടനെ കൂട്ടിയില്ല കേട്ടാ. അവനെ എവിടെയോ കളിക്കാൻ പോയപ്പോഴെന്ന് തോന്നുന്നത്. വിഷ്ണുവിൻ്റെ വീട്ടിലായിട്ട് പോയി. അപ്പോൾ കണ്ട ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടെയ്നറുകളുണ്ട്. ഇവിടെയാണ് കണ്ടെയ്നറുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കൂട്ടത്തോടെ പാർക്ക് ചെയ്യുന്നത്.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് മലത്തിൻ്റെ കുറച്ച് അറ്റത്തെത്താറായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട്, അതിനോടിച്ചിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ. അപ്പോൾ നേരെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് അവിടെ കയറേണ്ട ആവശ്യമില്ല, നമുക്ക് താഴേക്ക് ഇറങ്ങാൻ മതി. കാരണം നമ്മൾ പള്ളിയിലേക്ക് നമുക്ക് താഴേക്ക്. അപ്പോൾ കൊണ്ട് നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതുണ്ട്, അപ്പോൾ വണ്ടികൾ രണ്ടും ഒഴിക്കുമ്പോൾ അവിടെ പാലം, പിന്നെ ഇത് റോഡാണ് താഴെ. അതാണ് ഇവിടെ കുറേ ഇങ്ങനെ കണ്ടെയ്നർ ലോറികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ DP വെള്ളിൽ വരുന്നതാണ്. ഇവിടുത്തെ റോഡിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പണി നടത്തിക്കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ റോഡ് അടിപൊളിയായിട്ട് കുണ്ടും കുഴിയാവും. കാരണം എപ്പോഴും ഇതിലെ കൂടി നമ്മുടെ കണ്ടെയ്നർ ലോറികൾ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് റോഡ് നന്നാക്കിയിട്ടും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടൊക്കെ റോഡ് പണി നടത്തണം. എപ്പോഴും കുണ്ടും കുഴിയാണ് കേട്ടോ റോഡ്. എപ്പോൾ നോക്കിയാലും റോഡ് പണിയാണ്. ഇപ്പോൾ ഒരു പാലം അടിച്ചിട്ടേക്കണേണ്, നമ്മുടെ മുളകുകാട് പാലം അടിച്ചിട്ടേക്കണേണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് എത്താറായി. അപ്പോൾ കണ്ടോ, ആ ഓപ്പോസിറ്റ് കാണുന്നതാണ് DP വേൾഡിൻ്റെ എൻട്രൻസ്. അവിടെ നിന്നൊരു കണ്ടെയ്നർ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുണ്ട കണ്ടെയ്നർ DP വേൾഡിൻ്റെ 3ാമത്തെ ഗേറ്റാണിത്. കണ്ടെയ്നറുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതാണ് DP വേൾഡ്. ഇതാണ് DP വേൾഡ്. DP വേൾഡിൽ നിന്ന് ഇങ്ങനെ കണ്ടോ ഓരോ കണ്ടെയ്നറുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ, മോളിൽ കൂടിയും കണ്ടെയ്നർ പോകുന്നുണ്ട്, പാലത്തിൻ്റെ മോളിൽ കൂടിയും പോകുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ അവിടെ നിന്ന് വരുന്നുള്ള പാലം. ഇങ്ങനെ പാലം പോകുന്നുണ്ട്. നമ്മൾ ഈ താഴെ കാണുന്ന റോഡിൽ കൂടിയാണ് വന്നത്. കണ്ടെയ്നറിൽ അവിടെ DP വേൾഡിൽ വർക്ക് ചെയ്യുന്ന ആളുടെ വണ്ടികളാണ് ആ പാലത്തിൻ്റെ താഴെ പാർക്ക് ചെയ്തിരുന്നത്. ആ നേരെ കണ്ടതാണ് DP വേൾഡിൻ്റെ 3ാം ഗേറ്റ്. അപ്പം നമുക്കിനി ഇതാ നേരെ തന്നെ പോകണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്. കണ്ട, പെട്രോൾ പമ്പിൽ നിന്ന് നിറച്ചും ലോറികൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പമ്പ് മെയിനായിട്ട് ഈ കണ്ടെയ്നറുകൾക്ക് പെട്രോൾ കണക്കുള്ളതാണ്. ഇത് കണ്ടില്ലേ, റോഡുകളിലേക്ക് അവസ്ഥ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ റോഡുകളുടെയൊക്കെ. നമ്മൾ എത്ര പ്രാവശ്യം റെഡിയായി കഴിഞ്ഞാലും റോഡുകളുടെ ശോചനീയാവസ്ഥ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതുണ്ട കുണ്ടും കുഴിയാണ്. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതിമനോഹരമായിട്ടുള്ള കുണ്ടും കുഴി, സ്വിമ്മിംഗ് പൂളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രത്തോളം സൂപ്പർ റോഡുകളാണ് ഇനി അങ്ങോട്ട്. ഇങ്ങനെ ലോറികൾ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ പള്ളി എത്താറായിട്ടാണ്. നമ്മുടെ നടപ്പ് ഏകദേശം എൻഡ് ചെയ്തു. വല്ലാർപാടം ബസ്സിലേക്ക് എത്താറായിട്ടാണ്. ഇപ്പോൾ അവൻ്റെ ഒപ്പം നടന്നു വന്നിട്ടാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരാഗ്രഹം നമുക്ക് നടന്ന് ചർച്ച പോകാം. പണ്ട് നമ്മളിവിടെ പെരുന്നാളുടെ സമയത്തൊക്കെ പാലം വഴി നടന്നൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ ഇന്നലെ നമ്മളിവിടെ പള്ളിയിൽ പരിപാടിക്കൊക്കെ വരുമ്പോഴത്തേക്കും രാത്രി ആവുമല്ലോ. അപ്പോൾ തിരിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഈ പാലം ഇറങ്ങി നടന്നിട്ടാണ് വന്നത്. പിന്നെ അപ്പുറത്തെ എത്തിക്കാൻ ഏകദേശം 2 സ്റ്റോപ്പ് ഉള്ളല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നടക്കുന്നത് നല്ലതായിരുന്നു, എനിക്കിഷ്ടമാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ ശ്രദ്ധിക്കണം. എപ്പോഴും എപ്പോൾ നോക്കിയാലും നല്ല തിരക്കുള്ളൊരു റോഡായതുകൊണ്ട് വണ്ടികൾ ശ്രദ്ധിച്ച് വേണം നടക്കാൻ, സൈഡ് ചേർന്ന്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി നേരെ അങ്ങോട്ട് അറ്റത്തെത്തുമ്പോഴത്തേക്കും പള്ളിയാണ്. നേരെ പോയി കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് കണ്ടപ്പോൾ അപ്പം നമുക്ക് പള്ളിയിലേക്ക് പോകാം. കുറേ വണ്ടികൾ വന്ന് കൊണ്ടിട്ട് ഇത് എന്താ പറയുക, ദേശീയ തീർത്ഥാടന കേന്ദ്രം കൂടി ആയതുകൊണ്ടിട്ട് എപ്പോഴും ഇവിടെ തിരക്കാണ് കേട്ടോ. പെരുന്നാളിൻ്റെ സമയത്തൊക്കെ അടുക്കാനേ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. നമുക്കപ്പോൾ ഇവിടെ ഒരു വോക്ക് വേ പോലെ ഉണ്ട്, അവിടെ കീഴിൽ കിടക്കാം. കാരണം ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ നിങ്ങളുണ്ടാവും. ഇത് കണ്ടോ, ഇത് പള്ളിയിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുണ്ടും കുഴിയുമുള്ള റോഡ്. അപ്പം ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ വോക്ക് വേയിലോട്ട് വന്നിട്ടാണ്. വേറെ ഒന്നുമില്ല, ആ സൈഡിലേ സ്ലാബാണല്ലോ. അപ്പോൾ മഴ പെയ്തേക്കുന്നതുകൊണ്ട് പായൽ പിടിച്ചിട്ടൊക്കെയാണ് അവിടെ. അപ്പോൾ തെന്നി പോകുന്നുണ്ട്. തലയും കുട്ടി താഴെ വീടുണ്ടല്ലോ. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ പള്ളിയിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്ത വോക്കിലോട്ട് കയറിയിട്ടോ. ഇവിടെ അതേ ഇങ്ങനെ നല്ല പായലൊക്കെ പിടിച്ച് ഒരു വലിയ വഞ്ചി കരയിലേക്ക് കയറ്റിയിട്ടേക്കണുണ്ടോ. പിന്നെ അതേ നല്ല അടിപൊളി പായലാണ് ഇവിടെ. കണ്ടോ ഗൈസ്, പായലിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഭംഗിയില്ല കാണാൻ. പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ ചേർന്നല്ലൂർ കണ്ടത്തിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കണ്ടത്തിൽ ഇങ്ങനെ പായൽ. പിന്നെ അവിടെ കുറേ വഞ്ചികളുണ്ട് കണ്ടോ.
നമുക്ക് മുന്നോട്ട് നടക്കാം. ഈ നോക്കുക കുഴപ്പമില്ല, അത്യാവശ്യം സേഫായിട്ട് നടക്കാൻ പറ്റുന്നതേ. കണ്ട അതേ കണ്ടെയ്നറുകൾ കാണാൻ കണ്ട. നമുക്ക് പള്ളിയിലേക്ക് നടന്നു പോവാം അല്ലേ. അപ്പോൾ നമ്മളിതാ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. കണ്ടോ, എനിക്കിനി പള്ളിയിലെത്തിയിട്ട് അവിടുത്തെ അടിപൊളി സൂപ്പർ വീഡിയോസൊക്കെ കാണിക്കും. അപ്പോൾ അത് അവിടെ നിന്നൊരു വഞ്ചി തന്നെ ഉണ്ട്. അപ്പോൾ അതേ ഒരു വഞ്ചി ഇതാ അവിടെ അടുപ്പിക്കണുണ്ട് കേട്ടോ. നമുക്ക് ആ വഞ്ചി അടുപ്പിനടുത്തൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ, മീനുണ്ടോ അല്ലെങ്കിൽ പോകാൻ പോകണേണ് എന്താണെന്നറിയില്ലല്ലോ. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. നമ്മളപ്പോൾ ആ വഞ്ചി ലക്ഷ്യമാക്കി നടന്നെത്തിയിട്ടുണ്ട്. ശ്രീ മുത്തപ്പനാണ് കേട്ടോ വഞ്ചി. ഉണ്ടോ, ഒന്നുമില്ല വഞ്ചിയിൽ, ചുമ്മാ വഞ്ചി കൊണ്ടൊന്ന് കെട്ടണതാണ്. ഇവിടെ നിറച്ച് പായലാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു കുളം പോലെ ഉണ്ട് കണ്ടോ. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ആ കായലിലേക്കുള്ള കെട്ടിങ് തന്നെ ഉണ്ട്. അവിടെ കുറേ വഞ്ചികളുണ്ട് കണ്ട. അവിടെ വന്ന വഞ്ചി ഇവിടെ കണ്ടോ ഗൈസ്. വഞ്ചിയിൽ വലയൊക്കെ ഉണ്ട്. അപ്പോൾ പള്ളിയിൽ വരുന്ന വാഹനങ്ങൾ ഇതാ അവിടെ ഉണ്ട് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. കേറിക്കോ, നടന്നു കൊടൊരക്കണ്ട മീനു. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നമുക്ക് പ്രാർത്ഥിക്കാട്ടെ. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് കണ്ട. ഓക്കെ, ഇത് ഏകദേശം ഒരു സ്റ്റേജ് പോലെ ഉണ്ടാ കണ്ട. സ്റ്റെപ്പൊക്കെ ഉണ്ട് താഴേക്ക്. ഇതാണ് ഈ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നുള്ള പള്ളിയുടെ വ്യൂ. മീനൂസിനപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൾ അവിടെ കയറി ഓടി ഇറങ്ങി കളിക്കാൻ പറ്റിയ സ്ഥലമുള്ള പിള്ളേർക്ക്. അതായത് വേറൊരു കുട്ടീനൊക്കെ ഉണ്ട്. അവളെൻ്റെ ക്യാമറ ഉണ്ടപ്പോൾ ഓടിയിട്ടോ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പള്ളിയിലോട്ട്. ഇപ്പം നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടിലെത്തി. ഇനി നമുക്ക് പള്ളിയിൽ കയറുന്ന പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ച് നടക്കാനുണ്ട് വീട്ടിലോട്ട്. ഇതപ്പം നമ്മൾ പള്ളിയിലെത്തിയതാണ്ട. നോക്കൂ, അപ്പോൾ അതേ കണ്ടോ, നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. മഴ വീണേക്കും നമുക്ക് വേഗം ഓടിച്ചാടി നടന്ന് വീട്ടിലെത്തണ്ടേ ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വല്ലാർപാടം ചർച്ച് നമുക്ക് പെരുന്നാളുടെ സമയത്ത് ഒരു അടിപൊളി വീഡിയോ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതരം ഇതുണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ചൂല് വെച്ച് ആൾക്കാർ അടിക്കണുണ്ട്, അതൊരു നേർച്ചയാണ് കേട്ടോ. ഇവിടെ അത് പറയണത് മുടി വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ മുടി വളരുമെന്നാണ് പറയണത്. വിശ്വാസം അതാണ്. അങ്ങോട്ട് ചുറ്റിട്ട് പോകണം കേട്ടോ. ഓൾമേക്ക് ഇതാ അടിച്ചു തുടങ്ങി. മീന് നല്ല സ്പീഡിലാണ് കേട്ടോ പോകേണ്ടത്. എനിക്ക് ക്യാമറയും കൊണ്ട് അവിടെ പുറകെ ഓടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ തിരി കത്തിക്കുന്ന സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടാ പള്ളിയിൽ. എവിടെ? ആ അവിടെ നിന്നോ.
ഞങ്ങൾ പള്ളിയിൽ തൊഴുതാ ഇറങ്ങി. ഇനി നമ്മൾ നടന്ന് ഗോശ്രീ പാലം ഇറങ്ങി നമ്മുടെ മുരിക്കുംപാടത്ത് എത്തണം. മീനുക്കുട്ടി പാലം കയറി ഇറങ്ങി വല്ലാർപാടം പള്ളിയിലോട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, കമൻ്റ് ഇടണം അല്ലേ. സപ്പോർട്ട് മെയിനായിട്ട് വേണം അല്ലേ.